Hello friends, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള അതേസമയം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലേഹ്യത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ ഇതിനു മുമ്പ് കുറേ മരുന്നുകളുടെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കർക്കിടക മാസത്തിലും അല്ലാത്ത മാസങ്ങളിലൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന പല മരുന്നുകളും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ മതി, ഞാൻ അതിൽ ലിങ്കുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ എല്ലാവരും കാണാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നെല്ലിക്ക ലേഹ്യം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 800 ഗ്രാം കരിപ്പെട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കരിപ്പെട്ടി ഒന്ന് ഉടച്ചിട്ട് നമുക്കൊന്ന് ഉരുക്കാനായിട്ട് വെക്കാം. അതിലെന്തെങ്കിലും കല്ലോ പൊടിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടാനായിട്ട് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ കരിപ്പെട്ടി ഞാനിവിടെ ഒന്ന് തട്ടി ഉടച്ചിട്ട് ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉരുക്കി കിട്ടാനായിട്ട് ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ 1 കിലോ നെല്ലിക്ക അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കിലോയിലേക്ക് ഞാൻ 800 ഗ്രാം കരിപ്പെട്ടിയാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ നെല്ലിക്ക എടുക്കുമ്പോൾ 1 കിലോ വരയ്ക്ക് നമുക്ക് മധുരം ചേർക്കാം. അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ 800 ഗ്രാം കരിപ്പെട്ടി തന്നെ മധുരം തന്നെ അത് ഉണ്ടാവും, നല്ല മധുരമുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കൂട്ടി കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് കൊടുക്കാം. അതൊക്കെ ഓരോരോ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇൻഡാലിയത്തിൻ്റെ ഒരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ, കട്ടിയുള്ള പാത്രം ഉണ്ടെങ്കിൽ അത് എടുക്കുകയായിരിക്കും കൂടുതൽ നല്ലത്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള നെല്ലിക്ക അതൊന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കാണ്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഈ നെയ്യിലേക്ക് ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ നെല്ലിക്ക ഒന്ന് വേവണ വരെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുത്ത് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മളിത് പച്ചയ്ക്കാണ് ലേഹ്യമായിട്ട് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ക്രഷ് ചെയ്യാം, അല്ലെങ്കിൽ ക്രഷ് ചെയ്യാണ്ട് തന്നെ നമുക്ക് ആ കഷ്ണങ്ങളോട് കൂടി തന്നെ ഇതുപോലെ നെയ്യിലിട്ട് വേവിച്ചെടുത്താൽ മതി. ഞാൻ മുമ്പ് ഉണ്ടാക്കിയപ്പോൾ ഞാൻ കഷ്ണങ്ങളോട് കൂടിയിട്ടാണ് വേവിച്ചെടുത്തത്. എനിക്കതാണ് താല്പര്യം, കാരണം നമുക്കിങ്ങനെ കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും അത് താല്പര്യം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ക്രഷ് ചെയ്ത് നമുക്കൊരു ലേഹ്യത്തിൻ്റെ ഒരു ഇതാവണമെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ഇത് വെന്ത് വരുമ്പോൾ നമുക്ക് കയ്യിലുകൊണ്ട് ഉടച്ചു കൊടുത്താലും മതി. എങ്ങനെയാണ് നിങ്ങളുടെ സൗകര്യം വെച്ചാൽ അതുപോലെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ നമ്മുടെ നെല്ലിക്ക നെയ്യിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിനി മീഡിയം ഫ്ലെയിമിൻ്റെ താഴെ വെച്ചിട്ട് നമുക്ക് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ കിടന്നാണ് നെല്ലിക്ക വെന്ത് വരേണ്ടത്. നെല്ലിക്ക വേവിച്ചിട്ട് നമ്മൾ ഇതേപോലെ ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ നെല്ലിക്ക പച്ചോട് കൂടി തന്നെ വേണം നമ്മൾ ലേഹ്യം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നെല്ലിക്ക വെന്ത് വരേണ്ട ഒരു താമസം മാത്രമുള്ളൂ. ഈ ലേഹ്യം ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അധികം സാധനങ്ങളൊന്നും ഇതിലേക്ക് ആവശ്യമില്ല. നല്ല ടേസ്റ്റുമാണ്, അതേസമയം നല്ല ഗുണങ്ങളും ഉള്ളതാണ്. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് നെല്ലിക്ക. അതുകൊണ്ട് രോഗപ്രതിരോധ ശേഷി ഇതിന് വളരെ കൂടുതലാണ്. നെല്ലിക്കയിൽ ധാരാളം ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി വൈറസ് എന്നീ ഗുണങ്ങളുണ്ട്. ഇവയെല്ലാം ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് നെല്ലിക്ക വളരെയധികം സഹായിക്കുന്നുണ്ട്. നെല്ലിക്ക കഴിക്കുമ്പോൾ ഹൃദയധമനികളിൽ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടുന്നത് കുറയ്ക്കുന്നു. അതുമൂലം ഹൃദ്രോഗത്തിനുള്ള സാധ്യത കുറയ്ക്കുന്നു. കുറച്ച് നാൾ നെല്ലിക്ക തുടർച്ചയായി കഴിക്കുന്നത് കൊണ്ട് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു. സ്കിന്നിനും മുടിക്കും വളരെയധികം ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് നെല്ലിക്ക. ദഹന പ്രക്രിയ സുഗമമാക്കുന്നതിന് വളരെയധികം നെല്ലിക്ക സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിശപ്പ് വർദ്ധിപ്പിക്കുന്നതിനും മലബന്ധം ഒഴിവാക്കുന്നതിനും സഹായിക്കുന്നുണ്ട്.
കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനായിട്ട് നെല്ലിക്ക വളരെയധികം സഹായിക്കുന്നുണ്ട്. ശരീരത്തിലെ ഇരുമ്പിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും രക്തശുദ്ധീകരണത്തിനും നെല്ലിക്ക വളരെയധികം സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് നെല്ലിക്ക. നമ്മുടെ ശരീരത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കി വേണം ഓരോന്നും ചെയ്യാനായിട്ട്. ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണമെന്നൊന്നുമില്ല. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, അടി പിടിക്കാണ്ട് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ നെല്ലിക്ക ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കയ്യിലുകൊണ്ട് ഇങ്ങനെ ഉടച്ച് നോക്കുമ്പോൾ അത് ഉടയണതായിട്ട് കാണാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഷ്ണങ്ങളായിട്ടാണ് നെല്ലിക്ക നെയ്യിലേക്ക് ചേർത്ത് കൊടുക്കണമെന്ന് വെച്ചാൽ ഈ വെന്ത സമയത്ത് നമുക്ക് കയ്യിലുകൊണ്ട് ഇതുപോലെ ഉടച്ച് കൊടുത്താൽ അത് നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. അതല്ല വെച്ചാൽ ഞാനിപ്പോൾ ചെയ്ത പോലെ ക്രഷ് ചെയ്തിട്ട് നെല്ലിക്ക ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉരുക്കി അരിച്ചെടുത്തിട്ടുള്ള കരിപ്പെട്ടിയുടെ പാനി ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിതൊരു 3/4 ഭാഗമാണ് ഇപ്പോൾ ഒഴിക്കണത്. മധുരം നോക്കിയിട്ട് ബാക്കിയുള്ളത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ശർക്കരപ്പാനി ഒഴിക്കണായിട്ട് മുമ്പ് നെല്ലിക്ക നന്നായിട്ട് വെന്തിട്ടുണ്ടാവണം. നെല്ലിക്ക ഉടച്ചു കൊടുക്കുന്നതും ശർക്കരപ്പാനി ഒഴിക്കണായിട്ട് മുമ്പ് തന്നെ ഉടച്ചു കൊടുക്കണം. ശർക്കരപ്പാനി ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വേവില്ല. അപ്പം നമ്മൾ നന്നായിട്ട് തന്നെ നെല്ലിക്ക വേവിച്ചിട്ടുണ്ടാവണം. അപ്പം ഞാൻ ബാക്കിയുള്ള ശർക്കര പാനിയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കിട്ടും. അപ്പം ഞാൻ മിക്സ് ചെയ്ത് വന്നപ്പോൾ എനിക്കത് കുറവാണ് തോന്നിയത്. അപ്പം ഞാനത് ബാക്കിയുള്ളതും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് ഈ ശർക്കര പാനിയിൽ കിടന്ന് നന്നായിട്ട് ലേഹ്യത്തിൻ്റെ ഒരു രൂപത്തിൽ ആയി കിട്ടണം. അതുവരെ നമുക്കിത് മിക്സ് ചെയ്ത് ലേഹ്യത്തിൻ്റെ ഒരു രൂപത്തിലാക്കിയെടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൻ്റെ താഴെയായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് ഒരു കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിത് ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പട്ടയും ഗ്രാമ്പും പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ നെല്ലിക്ക ലേഹ്യം ഇവിടെ റെഡി ആവാറായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് തീ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ ശർക്കര നൂല് പോലെ, അതായത് പാവ് പോലെ ആവാൻ പാടില്ല. അതിന് മുമ്പ് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കണം. നൂല് പോലെ ആയി കഴിഞ്ഞാൽ ഈ ലേഹ്യം ഭയങ്കര കട്ടിയായിട്ട് മാറും ചൂടാറി വരുമ്പോൾ. അപ്പോൾ നമ്മുടെ പല്ലുട്ടി മിഠായി ഒക്കെ ഉണ്ട്, നമ്മൾ അങ്ങനെയാണ് പറയുക മിഠായിനെ. അതുപോലെ കട്ടിയായിട്ടുണ്ടാവും, ടേസ്റ്റൊക്കെ ഉണ്ടാവും, പക്ഷേ കുറച്ച് കട്ടിയായിട്ട് ഇരിക്കും. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമുക്കിത് തീ ഓഫ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് നന്നായിട്ട് എവിടേക്കും മാറാണ്ട് ഇത് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ നെല്ലിക്ക ലേഹ്യം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ടീസ്പൂൺ വെച്ചിട്ട് രാത്രി കഴിക്കുകയാണ് വേണ്ടത്. അധികം കഴിക്കാൻ പാടില്ല. ഇതിൽ നിറയെ ഗുണങ്ങളുണ്ടെങ്കിലും നമ്മൾ അധികം കഴിക്കുന്നത് ഏത് സാധനമായാലും നമ്മൾക്ക് ദേഹത്തിന് ദോഷം ചെയ്യും. അപ്പോൾ ഒരു ടീസ്പൂൺ വെച്ചിട്ട് കഴിച്ചാൽ മതി. ഏത് പ്രായത്തിലുള്ളവർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഈ നെല്ലിക്ക ലേഹ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഇതുവരെയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.